ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കാർത്തിയുടെ ആറന്മുളയമ്പലത്തിലെ ചോറൂണാണ്. എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു അമ്പലമാണ് ആറന്മുളയമ്പലം. ഞങ്ങൾ പണ്ടാണെങ്കിൽ എല്ലാ മാസവും പോകുമായിരുന്നു ആറന്മുളയമ്പലത്തിൽ മുടങ്ങാതെ. പിന്നെ അത് എപ്പോഴോ അത് മുടങ്ങിപ്പോയി. അങ്ങനെ പിന്നെ അവിടെ പോകാറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ മാസവും പോകാറില്ല. ഇപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അവിടെ പോകാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് നമുക്കൊരു ഒരു പോസിറ്റീവ് ഒരിതാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഭയങ്കര മനസ്സിനൊരു നല്ല, ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇവിടെ ആൾ ഭയങ്കര സംസാരത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആറന്മുള അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആറന്മുള അമ്പലത്തിലെത്തി. അവിടെ അപ്പം എനിക്കാണെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു മുഴം മുല്ലപ്പൂവിന് 80 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈയിടെ ആരുടെയോ ഒരു യൂട്യൂബ് ചാനലിൽ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പോൾ അവർ 40 രൂപയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ 80, 90, 100 ഒക്കെയാണ് മുല്ലപ്പൂവിന് വില. അപ്പം അവിടെയൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നും കൂടെ പറയണം കേട്ടോ. അമ്പലത്തിലോട്ട് പെട്ടെന്ന് കാർത്തികയും കൊണ്ട് കയറാൻ പോവാണ് കേട്ടോ. കാരണം നല്ല വെയിലാണ്. അപ്പം കുഞ്ഞിന് ഇതാവാതിരിക്കാൻ പെട്ടെന്ന് പോവാണ്. അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടി ഉറക്കമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണർന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റിന് എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ അങ്ങനെയാണ്. കറക്റ്റ് അത്രയും നേരം ഉറങ്ങുവാണെങ്കിലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഉണരും കേട്ടോ. അപ്പം വഴക്കൊന്നും ഇല്ലായിരുന്നു പാവം. പക്ഷെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ ചിരിയും കളിയൊന്നും ഇല്ല. എങ്കിലും കുഴപ്പമില്ല, സഹകരിച്ചു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ എല്ലാവരും ഒന്നുമില്ല, അച്ഛനും അമ്മയും ഞാനും ചേട്ടനും അനിയനും, ഞങ്ങൾ ഇത്രയും പേരെ പോയിട്ടുള്ളൂ. എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോറൂണായിരുന്നു കേട്ടോ ഇത്. ഗുരുവായൂരൊക്കെ എല്ലാവരും വന്നായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട അമ്പലത്തിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പം അമ്മൂമ്മയും കൊച്ചുമോനെയും കൂടെ ഒരുമിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞ് വേണ്ട ആറന്മുള വെള്ളസദ്യയുടെ ഇത് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കരക്കാരുടേതും അങ്ങനെ ഇതൊക്കെ ഒരുക്കി വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ കണ്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. പക്ഷെ നല്ല തിരക്കുമാണ് കേട്ടോ. കൂടാതെ നല്ല തിരക്കുമാണ്. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് വന്നേയാന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നമുക്ക് തിരക്ക് ക്യൂവിൽ നിൽക്കാതെ ഇടയ്ക്കയറി നിന്ന് തൊഴാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വേണ്ട അമ്പലത്തിൽ നിന്ന് ഇനിയും ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയാവാറായി. അപ്പോൾ അങ്ങനെ ഇനി ഏതെങ്കിലും കട കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി പോയപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടി കേട്ടോ. ആര്യാസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറി. ഞാൻ മസാല ദോശയാണ് വാങ്ങിച്ചത്. എല്ലാവരും മസാല ദോശ, ചേട്ടൻ മാത്രം ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. നൂറിനാടിനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടെ ചെന്നപ്പം സിന്തോമ ബിരിയാണി വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം മൂൺ ലൈറ്റിലെ ബിരിയാണി ആയിരുന്നു. അപ്പം ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കണ്ടപ്പം ഞാനും എടുത്തു. അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. നിറയെ നട്ട്സും അതൊക്കെ ഇട്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ചേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണമായിരുന്നു. ചേട്ടന് പിറ്റേ ദിവസം ജോലിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് കായംകുളത്താണേ കൊണ്ടുവിട്ടത്. അപ്പം കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി നല്ലൊരു ഫ്രൂട്ട്സ് കട കണ്ടു കേട്ടോ. ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ആപ്പിളും ഓറഞ്ചും മൊസാമ്പിയും അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വേണ്ട വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.